നമസ്കാരം. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചെയ്ത വീഡിയോ നമ്മുടെ വെയിറ്റ് ലോസിനെ കുറിച്ചായിരുന്നു. അപ്പോൾ ആ വെയിറ്റ് ലോസിനെ കുറിച്ചൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ കുറേ ഡൗട്ട്സ് വന്നു. എനിക്ക് തോന്നുന്നു കുറേ ഡൗട്ട്സായി ഇതിൻ്റെ താഴത്ത് വന്നു. അപ്പോൾ അതൊന്ന് ക്ലാരിഫൈ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അപ്പം എന്തുകൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത് വെച്ചാൽ വെയിറ്റ് ലോസിന് ആദ്യമായിട്ടാണ് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു മെഡിസിൻ വരുന്നത്. അതിൻ്റെ അർത്ഥം എല്ലാവരും ഇത് എടുക്കണം എന്നാണ്. ആൻസർ ഈസ് നോ. ആൻസർ ഈസ് ക്ലിയർ കട്ട് നോ. ആരാണിത് എടുക്കേണ്ടത്? അത് എനിക്ക് തന്നെ വളരെ പരിചയമുള്ള കുറേ ആളുകൾ എനിക്ക് തന്നെ വാട്സാപ്പിലും ഫേസ്ബുക്കിലും അല്ലെങ്കിൽ ചാനലിലും ഒക്കെ ചോദിച്ചു. യൂട്യൂബ് ചാനൽ താഴത്തെ കമൻസിലും പറഞ്ഞു. അപ്പോൾ അതിൽ ചോദിക്കുന്നത് എനിക്ക് 72 കിലോ വെയിറ്റാണ്, ഞാൻ ഇത് എടുക്കണോ? അപ്പോൾ 72 കിലോ ഉള്ള ഒരാൾക്ക് ഇത് എടുക്കണോ വേണ്ടത് ഒരിക്കലും വെയിറ്റ് വെച്ചിട്ടല്ല ഇത് തീരുമാനിക്കുന്നത്. ഒന്നാമത്തെ കാര്യം വെയിറ്റ് വെച്ചിട്ടല്ല ഇത് തീരുമാനിക്കുന്നത്. നമ്മളെപ്പോൾ എന്താ കാൽക്കുലേറ്റ് BMI കാൽക്കുലേറ്റ് ചെയ്യണം. BMI ബോഡി മാസ് ഇൻഡെക്സ് ആണ്. ബോഡി മാസ് ഇൻഡെക്സ് വെച്ച് ഹൈറ്റും വെയിറ്റും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. യൂഷ്വലി BMI നോർമലി വേണ്ടത് 25 താഴെയാണ്, ഇന്ത്യൻസിൽ 24 താഴെയാണ്. അപ്പോൾ ഒരാൾ 72 കിലോ ഉള്ള ഒരാൾക്ക് എടുക്കണം. അപ്പോൾ 72 കിലോ ഉള്ള ആൾ എടുക്കാമെന്നാണ് എനിക്ക് ചോദിച്ചത്. അപ്പോൾ എനിക്ക് ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ കാര്യം തന്നെ ആലോചിച്ചു. കാരണം എൻ്റെ വെയിറ്റ് 71-72 കിലോ ആണ്. എനിക്കൊരു 175 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ട്. എൻ്റെ 175 സെൻറ്റിമീറ്റർ 178 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉള്ളപ്പോൾ എൻ്റെ BMI 22 ആണ്. അപ്പോൾ അത് ഒബീസൊന്നുമല്ല, വളരെ നോർമലായിട്ടുള്ള BMI ആണ്. ഈ 22.2 ഒക്കെ വരും. അതേസമയം എൻ്റെ ഹൈറ്റ് 155 ആയിരുന്നെങ്കിൽ അത് 31 ആകും എൻ്റെ BMI. അപ്പോൾ നമ്മുടെ BMI വെച്ചിട്ടാണ് പലപ്പോഴും GLP-1R എടുക്കേണ്ട ഒരു ആവശ്യമുണ്ടോ എന്ന് നമ്മൾ തീരുമാനിക്കും. GLP-1R എന്ന് വെച്ചാൽ മൊഞ്ചാരോയുടെ ശരിക്കുള്ള ഒഫീഷ്യൽ നെയിമാണത്. അപ്പോൾ ഈ മൊഞ്ചാരോ, ട്രിസിപ്പറ്റൈഡ് അല്ലെങ്കിൽ വിഗോവി ഇതൊക്കെ എടുക്കുന്നത് എപ്പോഴാണ്? നമ്മുടെ BMI 25 മുകളിലാണ്, അപ്രൂവ്ഡ് ആണ്. പക്ഷേ യൂഷ്വലി ഒരു 28-30 ഒക്കെ ഉള്ളപ്പോഴാണ് നമ്മളിത് എടുക്കണോ വേണ്ടെന്ന് തീരുമാനിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എടുക്കണോ വേണ്ടെന്ന് തീരുമാനിക്കുക. നിങ്ങൾ ഒബീസ് ആണെങ്കിൽ നിങ്ങൾ എപ്പോഴും വെയിറ്റ് ഇപ്പോൾ 72 അല്ല, 75 അല്ല, 65 അതല്ല കാൽക്കുലേഷൻ. അപ്പോൾ ഹൈറ്റും വെയിറ്റും വെച്ചിട്ട് BMI വെച്ചിട്ടാണ് ഇത് എടുക്കണോ വേണ്ടത് നമ്മൾ തീരുമാനിക്കുന്നത്. പിന്നെ ബാക്കി കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. ഫോർ എക്സാമ്പിൾ, ഒരു അസുഖവും ഇല്ലെങ്കിൽ പലപ്പോഴും ഞാൻ നേരത്തെ വീഡിയോ ചെയ്തപ്പോഴും പറഞ്ഞു, എപ്പോഴും നാച്ചുറലായിട്ട് വെയിറ്റ് ലോസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നല്ലത്. നമ്മൾ ഫുഡ് കൺട്രോൾ ചെയ്ത് എക്സർസൈസ് ചെയ്ത് വെയിറ്റ് കുറയ്ക്കാൻ പറ്റുന്നതാണ് ഏറ്റവും നല്ലത്. പലപ്പോഴും നമ്മൾ ഈ വീഡിയോ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം വാതരോഗികൾക്ക് ജോയിൻസിനൊക്കെ വേദന ഉള്ളതുകൊണ്ട് ഇവർക്ക് പലപ്പോഴും മുട്ടിന് തേയ്മാനമുണ്ട്, അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുള്ളവർക്ക് പലപ്പോഴും എക്സർസൈസ് ചെയ്ത് വെയിറ്റ് കുറയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനെ ഒന്ന് ഓഗ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡ്രഗ്, അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇത്ര എഫക്റ്റീവായിട്ടൊരു മോളിക്യൂൾ വന്നപ്പോൾ ഒരു വീഡിയോ ചെയ്യാൻ തന്നെ ഞാൻ തീരുമാനിച്ചത്. പിന്നെ വേറെ ചോദ്യം ആൾക്കാർ ചോദിച്ചത്, എനിക്ക് തന്നെ പോയി എടുക്കാവോ, ഇത് ഫാർമസി കിട്ടുമോ? എല്ലായിടത്തും വൈഡ്ലി അവൈലബിൾ ആണ്. പക്ഷേ എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഫോർമോസ്റ്റ് പറയാനുള്ളത്, നിങ്ങൾ ഒരിക്കലും തന്നെ ഇത് മേടിച്ചെടുക്കരുത്. കാരണം ഇത് എടുക്കേണ്ടതിന് പ്രോട്ടോകോൾസ് ഉണ്ട്. തുടങ്ങുന്നതിനും ടൈട്രേറ്റ് ചെയ്യുന്നതിനും ഓരോരുത്തർക്ക് ഒരു ഡോസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. സാധാരണ മൊഞ്ചാറാണെങ്കിൽ 2.5 മില്ലിഗ്രാം തുടങ്ങി പിന്നെ പതുക്കെയാണ് ട്രിസപ്പറ്റൈഡ് കൂട്ടിക്കൊണ്ട് പോകുന്നത്. 2.5, പിന്നെ 5, പിന്നെ 7.5. അതുപോലെ വിഗോവിക്കും അതിൻ്റേതായിട്ടുള്ള പ്രോട്ടോകോൾസ് ഉണ്ട്. അത് ഷുഗർ ഉള്ളവർക്കൊരു ഡോസാണ്, ഷുഗർ ഇല്ലാത്തവർക്ക് വേറൊരു ഡോസാണ്. ഒരിക്കലും അപ്പോൾ നിങ്ങൾ ഫാർമസിയിൽ നേരിട്ട് മേടിച്ച് എടുക്കരുത്. അപ്പം നിങ്ങൾ എടുക്കേണ്ടത് എപ്പോഴും ഒരു ഡോക്ടറുടെ സൂപ്പർവിഷൻ മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അത് നിങ്ങളുടെ ഒരു ശരീരസ്ഥിതി അനുസരിച്ച് ടൈട്രേറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ മൂന്നാമത്തെ കാര്യം ചോദിച്ചാൽ, അപ്പോൾ ഏത് തരത്തിൽ ഡോക്ടറെ കാണാം? പല തരത്തിലുള്ള ഡോക്ടേഴ്സിനെയും ഇത് ഫിസിഷ്യൻസാണ് ജനറലി ചെയ്യുന്നത്. MD ജനറൽ മെഡിസിൻ കഴിഞ്ഞ ആളുകളാണ് ജനറലി ഇത് ചെയ്യുന്നത്. അപ്പോൾ എൻഡോക്രൈനോളജിസ്റ്റുകൾക്കാണ്, ഡയബറ്റീസ് ഉള്ളവർക്കാണല്ലോ ഇത് ആദ്യം കണ്ടുപിടിച്ചത്. അപ്പോൾ എൻഡോക്രൈനോളജിസ്റ്റ് ചെയ്യാറുണ്ട് ഇപ്പോൾ. പക്ഷേ ഇതിൽ എല്ലാ അസുഖങ്ങൾക്കും, അതായത് ഹാർട്ടിനാണെങ്കിലും കിഡ്നിക്കാണെങ്കിലും ലിവറിനാണെങ്കിലും വാതരോഗങ്ങൾക്കാണെങ്കിലും എല്ലാം ഇത് എഫിക്കേഷ്യസ് ആയതുകൊണ്ട് ഇതിൻ്റെ എല്ലാ സ്പെഷ്യലിസ്റ്റുകളും ഇത് കൊടുക്കാറുണ്ട്. നമ്മുടെ പേഷ്യൻസ് കുറേ പേര് ഇതുപോലെയുള്ള ഇഞ്ചക്ഷൻസ് എടുക്കുന്നവരുണ്ട്, വളരെ എഫക്റ്റീവായിട്ട് എടുക്കുന്നവരുണ്ട്. പിന്നെ മൂന്നാമത് ചോദിച്ച ചോദ്യം, അതാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം. ഇത് എത്ര നാളത്തേക്ക് എടുക്കേണ്ടി വരും? അത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. എത്ര വെയിറ്റ് ലോസ് വരും, എത്ര നാളത്തേക്ക്? എന്തുകൊണ്ടാണ് ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഡെഫിനറ്റ്ലി ഞാൻ നേരത്തെ പറഞ്ഞു, കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞാണ്, എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു മരുന്ന് തന്നെയാണിത്. കാരണം ഇതിനിപ്പോൾ ഒരു മന്ത്ലി കോസ്റ്റ് 13,000 രൂപ അടുപ്പിച്ച് വരും. ഒരു ഇഞ്ചക്ഷന് 3,000 രൂപ അടുപ്പിച്ച് വരും. അപ്പോൾ ഒരു മന്ത്ലി കോസ്റ്റ് നോക്കുമ്പോൾ 13,000 ഒക്കെയാണ് ബോൾ പാർക്ക് ഫിഗർ ഫസ്റ്റ് ഡോസിന്. അത് കഴിഞ്ഞ് അടുത്ത ഡോസിന് വരുമ്പോൾ കുറച്ചുകൂടി 15,000-16,000 രൂപ അടുപ്പിച്ചാകും. അപ്പോൾ ഇതിൻ്റെ വെയിറ്റ് ലോസ് യൂഷ്വലി നമ്മൾ സാധാരണ ഇത് മൊഞ്ചാരോ അല്ലെങ്കിൽ ട്രിസിപ്പറ്റൈഡ് ഉള്ളത് 2.5 മില്ലിഗ്രാം വെച്ചിട്ടാണ്. അത് കഴിഞ്ഞ് പതുക്കെയാണ് ഇതിൻ്റെ ഡോസ് നമ്മൾ കൂട്ടിക്കൊണ്ടുവരുന്നത്. അത് ടോളറൻസ് അനുസരിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് സാധാരണ വെയിറ്റ് ലോസ് കണ്ടുവരുന്നത് ഒന്നാമത്തെ മാസം, 1 മാസം 2 മാസം കഴിയുമ്പോൾ വെയിറ്റ് ലോസ് തുടങ്ങും. ആദ്യത്തെ 2 ആഴ്ച കഴിയുമ്പോൾ തന്നെ അത്യാവശ്യം വെയിറ്റ് ലോസ് വന്നു തുടങ്ങും. യൂഷ്വലി ഒരു 6 months to 1 year എടുത്ത് കഴിയുമ്പോൾ ഒരു 90% ആളുകൾക്കും 80-90% ആളുകൾക്കും 15% വെയിറ്റ് ലോസ് വരും. എന്താണ് ഈ 15% ഞാൻ പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ, ഒരാൾക്ക് 100 കിലോ ഉണ്ടെങ്കിൽ അയാളുടെ 15% കുറഞ്ഞാൽ 85 ആകും. അപ്പോൾ വേറൊരു പ്രധാനപ്പെട്ട ചോദ്യം, എത്ര നാളത്തേക്ക് ഇത് എടുക്കേണ്ടി വരും, എത്ര വെയിറ്റിൻ്റെ കുറയും ഇത് എടുത്തു കഴിയുമ്പോൾ? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. അപ്പോൾ ഈ സ്റ്റഡീസിലൊക്കെ വലിയ സ്റ്റഡീസ്, സർമൗണ്ട് 1 എന്നൊക്കെ പറഞ്ഞ സ്റ്റഡീസൊക്കെയാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. വലിയ സ്റ്റഡീസ് നടന്നിരിക്കുന്നത്. അതിൽ യൂഷ്വലി കണ്ടുവരുന്നത് 15-20% വെയിറ്റ് ലോസ് വരും. അതായത് 20% വെയിറ്റ് ലോസ് ആണ് ആവറേജ്. 15 മുതൽ 20% വെയിറ്റ് ലോസ്.
എന്നുവെച്ചാൽ ഒരു 100 കിലോ ഉള്ള ഒരാൾക്ക് അയാൾക്ക് 80 മുതൽ 82 കിലോ വരെ 6 മാസം മുതൽ 1 വർഷം കഴിയുമ്പോൾ ആകും. അത് ആവറേജ് ആണ്. ആവറേജ് എന്ന് പറയുമ്പോൾ അതിൽ കൂടുതലും വരാം, കുറച്ച് പേർ കുറവായിരിക്കും, കുറച്ച് പേർ കൂടുതലുമായിരിക്കും. മാക്സിമം ലോസ് 20-25% ഒരു വെയിറ്റ് ലോസ് വരുന്നവരെ കണ്ടാൽ 100 കിലോ ഉള്ളവർ 78-75 വരെ ആകുന്നവരെ വരാറുണ്ട്. അപ്പോൾ എനിക്കറിയാം നമ്മുടെ പേഷ്യൻസ് തന്നെ 115-120 ഉള്ളവരൊക്കെ 80, 82, 83 കിലോ വരെ വന്നവരുണ്ട്. അത് പക്ഷേ വളരെ ഡിറ്റർമിനൻ്റ് ആയിട്ട് ചെയ്യുന്നവരാണ്. അപ്പോൾ ഒരു ആവറേജ് വെയിറ്റ് ലോസ് 15-20% ആണ്. 20% 100 ഉള്ളവർ 80 ആകും. 80 ഉള്ളവർ ഒരു 65-68 ഫിഗറിലോട്ട് വരും. പിന്നെ ഇതൊരു സക്സസ് നോക്കുമ്പോൾ ഒരു ആവറേജ് വെച്ചിട്ടല്ലോ നമ്മൾ തീരുമാനിക്കുന്നത്. എത്ര ശതമാനം, ഫോർ എക്സാമ്പിൾ ഇതിൽ 90% ആളുകൾക്ക് ഒരു 15% വെയിറ്റ് ലോസ് വരും. അതായത് 10% ആളുകൾക്ക് വെയിറ്റ് ലോസ് വരില്ല. മനസ്സിലായി? 10% ആളുകൾക്ക് കുറച്ച് വെയിറ്റ് 5%, 6% മാത്രമേ വെയിറ്റ് കുറയത്തുള്ളൂ. 90%, പക്ഷേ 90% ആളുകൾക്ക് 15% വെയിറ്റ് ലോസ് വരും. അതായത് 100 കിലോ ആവറേജ് എടുത്തു കഴിഞ്ഞാൽ ഒരു 90%, ഒരു 100 കിലോ ഉള്ള 100 പേര് ഇത് എടുത്തു കഴിഞ്ഞാൽ അതിൽ 90% ആളുകളും 85 കിലോ വരെ വരും. അപ്പോൾ ഒരു നല്ല വെയിറ്റ് ലോസാണ്. ഒരു 15-16 കിലോ കുറയ്ക്കുക എന്നുള്ളത് ഒരു നല്ല വെയിറ്റ് ലോസാണ്. അപ്പം ആവറേജ് ബോൾ പാർക്ക് ഫിഗർ എന്താണ്? ഒരു റൂൾ ഓഫ് തം ഒരു 15-20% വെയിറ്റ് ലോസ് കിട്ടും. ഈ വെയിറ്റ് ലോസ് 20%, 15% എന്ന് പറയുമ്പോൾ ഈ വെയിറ്റ് ചില ആളുകൾക്ക് കുറയില്ല, എസ്പെഷ്യലി ഡയബറ്റീസ് ഉള്ളവർക്ക്. ഇത് ഡയബറ്റീസ് ഇല്ലാത്തവർക്കാണ് നല്ല രീതിയിൽ 20% കുറയുമ്പോൾ ഡയബറ്റീസ് ഉള്ളവർക്ക് ഒരു 10-12% കുറയത്തുള്ളൂ. കാരണം അവരുടെ ബോഡി ഒരു ഇൻസുലിൻ കൂടിയ സ്റ്റേറ്റിൽ നിൽക്കുന്നത് കൊണ്ടും അവർക്ക് കുറച്ച് പ്രശ്നങ്ങളുള്ളതും എസ്പെഷ്യലി ടൈപ്പ് 2 ഡയബറ്റീസ്, മെറ്റബോളിക് സിൻഡ്രോം ഉള്ളവർക്ക് കുറച്ച് ബാക്കി ഡയബറ്റീസ് ഇല്ലാത്തവരുടെ അത്രയും വെയിറ്റ് ലോസ് കിട്ടില്ല. അതുകൊണ്ട് അവരെടുക്കുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടി നമ്മൾ സാധാരണ ആൾക്കാർക്ക് 20% വെയിറ്റ് 100 നിന്ന് 80 ആകുമെങ്കിൽ ഡയബറ്റീസ് ഉള്ളത് ചിലപ്പോൾ 100 നിന്ന് 85, 88 നിൽക്കത്തുള്ളൂ. അതായത് കുറച്ച് വെയിറ്റ് ലോസ് കുറവായിരിക്കും. അല്ലെങ്കിൽ വെയിറ്റ് ലോസ് വരണമെങ്കിൽ ഹയർ ഡോസ് എടുക്കേണ്ടി വരാനും സാധ്യതയുണ്ട്. അപ്പോൾ അതാണ് ഇത്ര വെയിറ്റ് ലോസ് നമുക്ക് പ്രതീക്ഷിക്കാം. അത് എപ്പോൾ സംഭവിക്കും? യൂഷ്വലി ഒരു 6 മാസം മുതൽ 7 മാസം വരെ വരുമ്പോഴാണ് ഈ വെയിറ്റ് ലോസ് വരുന്നത്. പക്ഷേ ഈ വെയിറ്റ് ലോസ് ഡിപ്പെൻസ് നോട്ട് ഓൺലി ഓൺ ഡ്രഗ്, അത് ബാക്കിയുള്ള കാര്യങ്ങൾ, അവരെത്ര എക്സസൈസ് ചെയ്യുന്നു, 2 അവരുടെ ഫുഡ് എത്രമാത്രം കൺട്രോൾ ചെയ്യുന്നു, അത് കഴിക്കുന്ന വിശപ്പ് വരുമ്പോൾ കൂടുതലും പ്രോട്ടീൻ ആണോ കഴിക്കുന്നത്, കാർബോഹൈഡ്രേറ്റ് ആണോ കഴിക്കുന്നത്, അതുപോലെ അവർ എത്ര എക്സസൈസ് ചെയ്യുന്നുണ്ട്, അവർക്ക് എത്ര നടക്കാൻ പറ്റുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ സാധാരണ പറയുന്ന ഒരു 7000-8000 സ്റ്റെപ്പ് ഒരു ദിവസം നടക്കുന്ന നല്ലതാണ്. 10000 സ്റ്റെപ്പാണ് പറയുന്നത്, പക്ഷേ 7000-8000 സ്റ്റെപ്പ് നടക്കുക. 2 റെസിസ്റ്റൻസ് എക്സസൈസ് ചെയ്ത് മസിൽ മാസ് നശിക്കാതെ നോക്കുക. അങ്ങനെയൊക്കെ ചെയ്ത് മസിൽ മാസ് ബിൽഡ് ചെയ്യുക. പ്രോട്ടീൻ കൂടുതൽ കഴിക്കുക, ഫാറ്റും അതുപോലെ കാർബോഹൈഡ്രേറ്റും കഴിയുന്നതും കുറയ്ക്കുക. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാലാണ് പലപ്പോഴും നല്ല ഐഡിയലായിട്ട് റിസൾട്ട് കിട്ടുന്നത്. പിന്നെ ചോദിച്ചൊരു ചോദ്യം ഇതിൻ്റെ പിന്നെ അതിനുശേഷമുള്ള ചോദ്യം എന്താണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എത്ര നാളത്തേക്ക് ഇത് എടുക്കേണ്ടി വരും? നിർത്തിക്കഴിഞ്ഞാൽ വെയിറ്റ് കൂടുമോ? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എനിക്ക് തോന്നുന്നു. അത് സാധാരണ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നിർത്തിക്കഴിഞ്ഞാൽ, മുൻപ് ഇതെടുക്കുമ്പോൾ ഞാൻ പേഷ്യൻറ്റിಗೆ പറയുന്നത് ഒരു 3 മുതൽ 6 മാസം കൊണ്ട് നിങ്ങൾക്ക് വേണ്ട വെയിറ്റ് ലോസ് നമുക്ക് കിട്ടും. യൂഷ്വലി ഒരു 80% ആൾക്കാർ കിട്ടും. കിട്ടിക്കഴിഞ്ഞാൽ പലപ്പോഴും ഇത് സ്പേസ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. സ്പേസ് ഔട്ട് എന്ന് വെച്ചാൽ എങ്ങനെയാണ്? പെട്ടെന്ന് നിർത്തിക്കഴിഞ്ഞാൽ എന്താ അറിയാമോ? 2 മാസത്തേക്ക് എടുത്തു, 2 മാസം എടുത്ത് ഒരു 8 കിലോ കുറഞ്ഞു. നിർത്തിക്കഴിഞ്ഞാൽ ഒരു അടുത്ത 2 മാസം കഴിയുമ്പോൾ മൊത്തം വെയിറ്റ് തിരിച്ചു വരും. അപ്പോൾ ഇതിൽ ചെയ്യേണ്ടത് സാധാരണ 3 മുതൽ 6 മാസം കൊണ്ട് നമ്മളിത് വെയിറ്റ് ലോസ് കുറച്ച്, ഫോർ എക്സാമ്പിൾ ഒരാൾക്ക് 100 കിലോ ഉണ്ടായിരുന്നു, 100 കിലോ കൊണ്ട് 6 മാസം ഇത് ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞപ്പോൾ ജനറലി ഒരു 78-80 കിലോ ആകും. ഒരു 18-20 കിലോ കുറയും. 80 കിലോ ആയെന്ന് വിചാരിക്കുക. നമ്മൾ സാധാരണ ചെയ്യുന്നത് എന്താ? ആഴ്ചയിൽ എടുക്കുന്ന ഇഞ്ചക്ഷൻ്റെ ഗ്യാപ്പ് കൂട്ടും. അതായത് അല്ലെങ്കിൽ ഒരാഴ്ചയിൽ എടുത്തുകൊണ്ടിരുന്നത് 10 ദിവസത്തിലാക്കുക, അല്ലെങ്കിൽ 12 ദിവസത്തിലാക്കുക, അല്ലെങ്കിൽ 5 മില്ലിഗ്രാം എടുത്തുകൊണ്ടിരുന്ന ആൾ 2.5 mg ഡോസ് കുറച്ചെടുക്കുക. അപ്പോൾ അങ്ങനെയാണ് ടേപ്പർ ചെയ്ത് പതുക്കെ ഇത് കൺട്രോൾ ചെയ്തുകൊണ്ട് പോവുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാവുന്നത്. പിന്നെ നിർത്താൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിർത്തിക്കഴിഞ്ഞാൽ സ്റ്റഡീസ് കാണിച്ചേക്കുന്നത് തന്നെ ഒരു 50% വെയിറ്റ് തിരിച്ച് വരുന്നതായിട്ടാണ്. അടുത്ത ഒരു 6 മാസത്തിൽ 50% വെയിറ്റ് വരും. അതായത് 100 കിലോയിൽ 80 ആയവർ 80 ഉള്ളത് വീണ്ടും 90 വരാൻ സാധ്യത നിർത്തിക്കഴിഞ്ഞാൽ. പക്ഷേ ഈ ടേപ്പർ ചെയ്ത് കൺട്രോൾ ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ, യൂഷ്വലി മാസത്തിൽ 1-2 ഇഞ്ചക്ഷനൊക്കെ എടുത്ത് പോയി കഴിഞ്ഞാൽ ഇത് ഒരു മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ സാധിക്കാനുള്ള സാധ്യതയാണ് ഇപ്പം ശാസ്ത്രലോകം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എത്ര നാളത്തെ ഇതെങ്ങനെ കുറച്ചുകൊണ്ട് വരണം എന്നുള്ളത് ഇപ്പോഴും ഗവേഷണം നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ വേറെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, സാധാരണ ഇതെടുത്തത് വെയിറ്റ് കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്യുന്നത്, എൻ്റെ കുറേ ഫ്രണ്ട്സൊക്കെ എടുത്തവരോട് സംസാരിച്ചതും നമ്മുടെ കുറേ പേഷ്യൻസിനോട് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതെടുത്ത് വെയിറ്റ് കുറച്ച് എക്സസൈസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പലപ്പോഴും വെയിറ്റ് ഗെയിൻ ചെയ്യാനുള്ള സാധ്യത കുറയും. കാരണം ഇവരുടെ ഒരു മെൻറ്റൽ ഫ്രെയിം വർക്ക് ഒന്ന് വ്യത്യാസം വരും. ഫ്രെയിം വർക്ക് എങ്ങനെയാണ് വ്യത്യാസം വരുന്നത് പറയാം. ഒന്ന്, ഈ 120 കിലോ ഉള്ള ഒരാൾ, ഒരു 100-110 കിലോ ഉള്ള ഒരാൾക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റില്ല. എക്സസൈസ് ചെയ്താൽ മുട്ടുവേദനിക്കും, ദേഹം വേദനിക്കും, നടുവേദനിക്കും. പക്ഷേ ഇത് ഇഞ്ചക്ഷൻ എടുത്ത് ഈ 110 എന്നുള്ളത് ഒരു 80, 85 ഒക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഡെഫിനറ്റ്ലി നേരത്തെ 2000 സ്റ്റെപ്പ് നടക്കാൻ പറ്റുന്നത് ഇപ്പോൾ 10000 സ്റ്റെപ്പ് നടക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് കലോറി ബേൺ ചെയ്യാൻ പറ്റും. നമ്മുടെ ഈ ഫുഡ് ഹാബിറ്റ്സ് റീസെറ്റ് ചെയ്ത് നമ്മുടെ എക്സസൈസ് ചെയ്യാനുള്ള ഹാബിറ്റ്സ് റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്ക് വെയിറ്റ് ഇത് ഇഞ്ചക്ഷൻ്റെ ഫ്രീക്വൻസി കുറച്ചാലും വെയിറ്റ് കൂടുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും. ഡോക്ടർ ഇതെനിക്ക് തന്നെ പോയി എടുക്കാവോ? അപ്പോൾ എടുക്കാൻ പാടില്ല എന്നുള്ളതാണ് ഉത്തരം. കാരണം ഇതിന്
റെയർ ആണെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ട്. മാത്രമല്ല കൊടുക്കേണ്ട രീതിയിൽ കൊടുത്താൽ മാത്രമേ സൈഡ് എഫക്ട്സ് കുറയത്തുള്ളൂ. ഇതിൽ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ കണ്ടുവരുന്ന സൈഡ് എഫക്ട്സ് എന്ന് വെച്ചാൽ ഇവർക്ക് വയറ് കമ്പിച്ചിരിക്കുക, വയറ് ഭയങ്കരമായിട്ട് വീർത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. അല്ലെങ്കിൽ വിശപ്പ് കുറയുന്നു, കഴിക്കാൻ വേണ്ട, ഒരു ചെറിയ നോസിയ പോലെ, ഛർദ്ദിക്കാൻ വരുന്ന പോലെ, ചെറിയ ഗ്യാസ്ട്രൈറ്റിസ് പോലെ, അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ. ഇതാണ് കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു സൈഡ് എഫക്ട്സ്. സാധാരണ സൈഡ് എഫക്റ്റ് എന്ന് പറയാൻ പറ്റില്ല, കാരണം വയറ് ഫുള്ളായിട്ടിരുന്നാലേ ആളുകൾ ആഹാരം കഴിക്കാതിരിക്കത്തുള്ളൂ. അപ്പോൾ അതൊരു സൈഡ് എഫക്റ്റ് ഇല്ല, ശരിക്കും എഫക്റ്റ് തന്നെയാണ് ഒരു തരത്തിൽ പറയാവുന്നത്. പക്ഷേ ഇതിൻ്റെ കോൺസ്റ്റിപ്പേഷനും ചെറിയ ഛർദ്ദിലും ഒക്കെ സൈഡ് എഫക്റ്റ് ആയിട്ട് കാണാം. പിന്നെ അതാണ് കോമൺ ആയിട്ട് കണ്ടുവരുന്ന സൈഡ് എഫക്റ്റ്. രണ്ടാമത് കോമൺ ആയിട്ട് കണ്ടുവരുന്ന സൈഡ് എഫക്റ്റ്, ശരിക്കും നമ്മൾ എക്സർസൈസ് ചെയ്തില്ലെങ്കിൽ കുറച്ച് മസിൽ ലൂസ് ചെയ്യാം. നമ്മൾ കഴിക്കുന്ന ഫുഡ് കുറവായതുകൊണ്ട് മസിൽ മാസ് കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് എക്സസൈസ് ചെയ്യുക, എസ്പെഷ്യലി റെസിസ്റ്റൻസ് എക്സസൈസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മൂന്നാമത് നമ്മൾ കണ്ടുവരുന്ന ഒരു ബാക്കിയുള്ള സൈഡ് എഫക്ട്സെല്ലാം വെരി റെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1000 ഒരാൾക്ക് അല്ലെങ്കിൽ 2000 ഒരാൾക്ക് വരുന്ന സൈഡ് എഫക്ട്സിനാണ് റെയർ സൈഡ് എഫക്ട്സ് വരിക്കുന്നത്. ഒന്ന് ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സൈഡ് എഫക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാൻക്രിയാറ്റൈറ്റിസ് വരാം. പാൻക്രിയാറ്റൈറ്റിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളറിയാം പാൻക്രിയാസ് എന്ന ഗ്രന്ഥിയിൽ നിന്നാണ് ഇൻസുലിനൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇൻഫ്ലമേഷൻ റെയർ ആയിട്ട്, അതായത് 1000-നും 2000-നും പേർക്ക് ഒരാൾക്ക് പാൻക്രിയാസിന് ഇൻഫ്ലമേഷൻ വരാം. പാൻക്രിയാസിന് ഇൻഫ്ലമേഷൻ വരുമ്പോൾ സിവിയർ വയറ്റ് വേദന വരും. വയറ്റ് വേദന വന്നിട്ട് ചിലപ്പോൾ അത് നമുക്ക് 1-2 ദിവസം ഫുഡ് കഴിക്കാതെയൊക്കെ ഇരുന്ന് ചെറിയ ചികിത്സ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകേണ്ടിയൊക്കെ വരാം. അത് വരുന്ന ആൾക്കാണ് വളരെ റെയർ ആണ്. ഞാൻ പറഞ്ഞല്ലോ 1000-നും 2000-നും 3000-നും പേര് ഒരാൾക്കാണ് ഈ പാൻക്രിയാറ്റൈറ്റിസ് കാണുന്നത്. വേറൊന്ന് വരുന്ന ഗോൾ സ്റ്റോൺസ് ആണ്. പെട്ടെന്ന് വെയിറ്റ് കുറയുന്ന ആൾക്കാർക്ക് ഗോൾ സ്റ്റോൺസ്, അതായത് ഗോൾ സ്റ്റോൺസ് നമുക്കറിയാം പിത്താശയത്തിൽ കല്ല് വരാം. അതും <1% ആണ് വരുന്നത്. പിന്നെ വരുന്നൊരു സൈഡ് എഫക്റ്റ് നമ്മുടെ ഗ്യാസ്ട്രോപരേസിസ്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞു വയറ് കമ്പിച്ചിരിക്കുന്നു പറഞ്ഞല്ലോ, അതിൻ്റെ ഒരു സിവിയർ അവസ്ഥ, അതും വളരെ റെയറാണ്. അതായത് അവർക്ക് ഛർദ്ദിൽ തുടങ്ങിയിട്ട് 2-3 ദിവസത്തേക്ക് ഛർദ്ദിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ളവർ ഗ്യാസ്ട്രോപരേസിസ്, അതായത് ആഹാരം കഴിക്കുന്നത് നമ്മുടെ സ്റ്റൊമക്കിൽ താഴത്തോട്ട് പോകാതെ സ്റ്റൊമക്കും ഇൻറ്റെസ്റ്റൈനും വർക്ക് ചെയ്യാത്തൊരു അവസ്ഥ, അതൊക്കെ അഗെയിൻ വെരി റെയറായിട്ട് വരുന്ന സൈഡ് എഫക്റ്റ് ആണ്. അത് ഇതിൻ്റെ എഫക്റ്റ് അപ്പം ഈ ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അത് എഫക്റ്റ് വന്നു കഴിഞ്ഞാൽ പലപ്പോഴും അങ്ങനെയുള്ളവർക്ക് പലപ്പോഴും ഇഞ്ചക്ഷൻ നിർത്തേണ്ടി വരാറുണ്ട്. അത് <1% ആണ് അതും കാണുന്നത്. അതായത് <1% 1000 പേര് 2000 പേരിൽ ഒരാൾക്കാണ് ഇതൊക്കെ കണ്ടുവരുന്നത്. അപ്പം ഈ സൈഡ് എഫക്റ്റ് വളരെ 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 റെയറാണ്. അതോടൊപ്പം തന്നെ കണ്ടുവരുന്ന വേറൊരു കോമൺ സൈഡ് എഫക്റ്റാണ് ഷുഗർ കുറയുക. ഷുഗർ കുറയുന്ന ആൾക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയബറ്റിക് ആയിട്ടുള്ളവർക്കാണ്. ഈ ഡയബറ്റിക് ആയിട്ടുള്ളവർക്ക് പലപ്പോഴും നമുക്കറിയാം അവർക്ക് ഇൻസുലിനെ കാണും, ഇൻസുലിനോ അല്ലെങ്കിൽ ടാബ്ലറ്റോ നമ്മുടെ ഗ്ലൈനേസ് പോലുള്ള ടാബ്ലറ്റ്സ് ഒക്കെ കാണും. അപ്പോൾ ഗ്ലിമിപ്രൈഡ് പോലെയുള്ള ടാബ്ലറ്റ്സ് അവർ കഴിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്താ, അത് ഓൾറെഡി ഷുഗർ കുറയ്ക്കും, അതിൻ്റെ കൂടെ ഇത് എടുത്തു കഴിയുമ്പോൾ ഇൻസുലിൻ റിക്വയർമെൻറ്റ് കുറയും. അപ്പോൾ ഡയബറ്റീസ് ഉള്ളവർ ഇത് എടുക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇൻസുലിൻ്റെ അളവ് അവർ കുറയ്ക്കണം, അല്ലെങ്കിൽ എന്ത് പറ്റും, ഷുഗർ കണ്ടമാനം കുറഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല കുറേ ആളുകൾക്ക് എസ്പെഷ്യലി ഏർലി ഡയബറ്റീസ്, അതായത് ഒരാൾക്ക് 100 കിലോ ഉണ്ട്, HbA1c നോക്കുമ്പോൾ 7.5 ഉണ്ട്, ഇവർക്ക് 100 വെയിറ്റ് 90 കിലോ ആകുമ്പോൾ പലപ്പോഴും HbA1c ഒക്കെ 6 വരും, അല്ലെങ്കിൽ ഡയബറ്റീസ് ഓൾമോസ്റ്റ് റിവേഴ്സ് ആയി ഡയബറ്റീസിൽ നിന്ന് ഏകദേശം ഡയബറ്റീസ് മുക്തമായിട്ട് ജീവിക്കുന്ന പോലെ ആ സ്ഥിതിയിലോട്ട് വരാനും സാധിക്കും. കാരണം വണ്ണം കുറയുമ്പോൾ നമുക്കറിയാം ഡയബറ്റീസ് ഓട്ടോമാറ്റിക്കലി റിവേഴ്സ് ആകും. അപ്പോൾ ഇതിൻ്റെ സൈഡ് എഫക്റ്റ് പ്രൊഫൈലിനെ കുറിച്ച് പറയുമ്പോൾ ഇതാണ് പറയാനുള്ളത്. പിന്നെ വേറെ കുറേ ആളുകൾ ചോദിച്ചത് ഒരു ക്യാൻസറൊക്കെ ഉണ്ടാകുന്നത്, ക്യാൻസറിനൊക്കെയുള്ള റിസ്ക് തിയറിറ്റിക്കലായിട്ട് ഇപ്പം എലികളിൽ 1-2 പേര് ഒരു ചെറിയ എന്തോ ഡേറ്റ വന്നിട്ടുണ്ട് ഈ തൈറോയിഡിൻ്റെ ക്യാൻസറിന് റിസ്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ യൂഷ്വലി ഈ ടൈപ്പ് ഇഞ്ചക്ഷൻസിന് ക്യാൻസർ റിസ്ക് ഒക്കെ ഇല്ല എന്ന് തന്നെ പറയാം. അപ്പോൾ മാത്രമല്ല ഓവറോൾ നോക്കുമ്പോൾ ഇതിൻ്റെ റിസ്ക് ബെനിഫിറ്റ് റേഷ്യോ, ഫോർ എക്സാമ്പിൾ 100 കിലോ അല്ലെങ്കിൽ 110 കിലോ ഉള്ള ഒരാളാണ്, അയാൾക്ക് പല ആരോഗ്യ പ്രശ്നങ്ങൾ പലത് കാണും. ഒന്ന് ഷുഗർ കാണും, പ്രഷർ കാണും, കൊളസ്ട്രോൾ കാണും, ഹാർട്ട് ഡിസീസിന് റിസ്ക് ഉണ്ട്. മാത്രമല്ല നമ്മുടെ വാതരോഗങ്ങൾ, മുട്ട് തേയ്മാനം വരും, അവർ നടക്കാൻ തന്നെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ മാത്രമല്ല നമ്മുടെ വെയിറ്റ് കൂടുന്നതനുസരിച്ച് നമുക്ക് പെട്ടെന്ന് മരണം സംഭവിക്കാനുള്ള, ഹാർട്ട് അറ്റാക്ക് വരാനുള്ള റിസ്ക്, സ്ട്രോക്ക് വരാനുള്ള റിസ്ക് കൂടുതലാണ് നമുക്കറിയാം. അപ്പോൾ വണ്ണം കുറച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇതെല്ലാം കുറയുന്നത് കൊണ്ട് ഈ ഒരു സൈഡ് എഫക്ട്സ് റെയർ ആയതുകൊണ്ടും അത്യാവശ്യം നല്ല രീതിയിൽ വെയിറ്റ് ഉള്ളവർക്ക്, പൊണത്തടി ഉള്ളവർക്ക് ഇത് റെക്കമെൻഡ് തന്നെയാണ്. ഇതാണ് ഫസ്റ്റ് ആദ്യമായിട്ടാണ് ഒരു സേഫ് ആയിട്ടുള്ള ഒരു ഇഞ്ചക്ഷൻ വരുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഡോക്ടർ മോണിറ്ററിംഗ് ഇല്ലാതെ നിങ്ങൾ ഒരിക്കലും ഇത് എടുക്കരുത്. കാരണം ഈ ചില പ്രത്യേക കണ്ടീഷൻസ് ഉള്ളവർക്ക് ഡെഫിനറ്റ്ലി ഇത് എടുത്തും കൂടാ.